ഇഷ്ടപ്പെട്ട എമ്പുരാൻ കണ്ട ക്ഷീണം മാറി. പടം കിട്ടില്ല, പടം ഒന്നും പറയാനില്ല. ഒന്നും പറയില്ല. ആക്ഷൻസ് എല്ലാം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വളരെ നല്ല പെർഫോമൻസ്. സൂപ്പർ ആട്ടോ, സൂപ്പർ. അതല്ല കരഞ്ഞിട്ടില്ല, കുറച്ചുകൂടി ഇരുന്ന് കരഞ്ഞു പോയി. ഒരു രക്ഷയില്ല, കിടിലം. സെക്കൻഡ് ഹാഫ് ഒക്കെ തീയാണ്. അടിപൊളി പടം, സൂപ്പർ പടം. എമ്പുരാന്റെ എല്ലാ ക്ഷീണവും തീർത്തു. അടിപൊളി പടം, സൂപ്പർ പടം. സൂപ്പറാണ്. തിരിച്ചു വന്നു. അടിപൊളി പടം. ഇങ്ങനെ ഒരു ലാലേട്ടനാണ് നമുക്ക് വേണ്ടത്. പിന്നെ അല്ല, നമ്മളെ ലാലേട്ടന്റെ പണ്ടത്തെ സിനിമ കാണുന്ന പോലെ സൂപ്പർ. ഇമോഷണൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്ക് നല്ല സിനിമ, നല്ല മൂവി, അടിപൊളി മൂവി. ലാലേട്ടന്റെ ഒരു പഴയൊരു വിന്റേജ് ലാലേട്ടൻ ശോഭന ഫീൽ ചെയ്തായിരുന്നു. അല്ല, എല്ലാം കൊണ്ടും നല്ലൊരു സ്റ്റോറിയാണ്, മേക്കിംഗ് നല്ലതാണ്, പിന്നെ BGM ആണെങ്കിലും പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു ഫിലിമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി. നല്ല മൂവിയായിരുന്നു. ലാലേട്ടൻ പഴയ ലാലേട്ടനെ മിസ് ചെയ്തിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും ഐ തിങ്ക് നല്ലൊരു അത് നമുക്കത് കാണുമ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയതിന്റെ ഒരു ഹാപ്പിനെസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നു. ഇല്ല, അത് സിനിമയുടെ ലാസ്റ്റ് ഐ തിങ്ക് അത് എനിക്കറിയില്ല അത് എന്ത് രീതിയിൽ ഇതിന്റെ മേക്കേഴ്സ് അങ്ങനെ വെച്ചേക്കുന്നതെന്ന്. പക്ഷെ ലാസ്റ്റ് ഒരു ലാലേട്ടന്റെ നെയിം വന്നിട്ട് മൂവിയുടെ ടൈറ്റിലും കാണിക്കുന്ന ഒരു ഇതുണ്ട്. അതിൽ ശരിക്കും നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലാലേട്ടൻ നല്ല സ്ക്രിപ്റ്റ്, നല്ല BGM, ഭയങ്കര ഹാപ്പി. ആർക്കും നിരാശയാവില്ല. രണ്ടാമത്തെ സിനിമ നല്ല രസമായിട്ട് അവസാനമൊക്കെ സീനായി പോയി. സൂപ്പർ, അടിപൊളി പടം, അടിപൊളി, സൂപ്പർ. ഒന്നും പറയാൻ എല്ലാം നൈസാണ്. ഫുൾ പിക്ക്. ഒന്നും പറയില്ല. മോഹൻലാൽ നല്ല സിനിമ, നന്നായിട്ടുണ്ട്. ഇതിലുള്ള മറ്റേ പടത്തിന്റെ അഴുക്കൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷായി. ലാലേട്ടൻ നമുക്ക് തിരിച്ചൊരു സ്നേഹം തോന്നും. ലാലേട്ടനോട് നല്ല കഥയാണ്, തിരക്കഥ സ്ട്രോങ് ആണ്. അടിപൊളിയായിരുന്നു, പടമായിരുന്നു. തൂക്കും. അത് തന്നെ. ശരി.